Question number 60. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശരിക്കും നമുക്ക് പല ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തേ മതിയാകും. അപ്പോൾ ഇതിനകത്ത് ഫംഗ്ഷൻസിൻ്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അവസാനം നമുക്ക് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യം കൂടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടി കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് 0 1 ആണ്. മാത്രമല്ല എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് സിഗ്മ n is equal to 1 to 100 ലോഗരിതം ഓഫ് എഫ് ഓഫ് എൻ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് എൻ വേണം അല്ലേ? അഥവാ എഫ് ഓഫ് എക്സ് കിട്ടണം. ലോഗ് എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടിയാൽ കൂടുതൽ നല്ലത്. അപ്പോൾ എന്തായാലും എഫ് ഓഫ് എക്സ് കിട്ടിയാലാണ് എനിക്ക് സിഗ്മ n is equal to 1 to 100 ലോഗ് എഫ് ഓഫ് എൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എങ്ങനെ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പകരം എന്താ തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് വൈ അല്ലേ, പ്ലസ് എഫ് ഡാഷ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക് എന്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്? എഫ് ഓഫ് എക്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടാൻ എന്താ മാർഗം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈക്ക് 0 കൊടുത്താലോ? വൈക്ക് 0 കൊടുത്താൽ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് 0 അഥവാ എഫ് ഓഫ് എക്സ് ആകുമല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടുന്നുണ്ട് അവിടെ അല്ലേ? ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് എക്സ് ഇൻറ്റു എഫ് ഓഫ് 0. പക്ഷെ ഇതിനകത്ത് എഫ് ഓഫ് എക്സ് അല്ലാതെ എഫ് ഡാഷ് 0യും എഫ് ഓഫ് 0യും ഒക്കെ വന്നിരിക്കുന്നു. ഈ എഫ് ഓഫ് 0 എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് 1. പക്ഷേ എഫ് ഡാഷ് ഓഫ് 0 എത്രയാണെന്ന് അറിയില്ലല്ലോ. അതും കൂടെ അറിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിലും എഫ് ഡാഷ് എക്സിലുമുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്താൽ വൈ അഥവാ എഫ് ഓഫ് എക്സ് കിട്ടുമല്ലോ. അപ്പം നമുക്ക് എഫ് ഡാഷ് 0യും കൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എങ്ങനെ എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കും? അതിനൊരു കാര്യം ചെയ്യാം. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്കതിനെ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം അല്ലേ? ഈ 1 എന്ന് പറയുന്ന ഇക്വേഷനകത്തെ ഞാൻ എക്സിനും 0 കൊടുക്കുന്നു, വൈക്കും 0 കൊടുക്കുന്നു എന്നിരിക്കട്ടെ. എക്സിനും വൈക്കും 0 കൊടുത്താൽ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? എഫ് ഓഫ് 0 പ്ലസ് 0 എഫ് ഓഫ് 0 അല്ലേ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എഫ് ഓഫ് 0. പക്ഷേ എഫ് ഓഫ് 0 നമുക്ക് 1 എന്നവർ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. അപ്പോൾ എഫ് ഓഫ് 0 ഉള്ളിടത്തൊക്കെ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. 1 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു 1 എന്ന് എഴുതാം അല്ലേ? അഥവാ 2 ടൈംസ് എഫ് ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1. അവിടെ നിന്ന് എഫ് ഡാഷ് ഓഫ് 0 എനിക്ക് എന്തെന്ന് എഴുതാം? 1/2 എന്ന് എഴുതാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 എനിക്ക് കിട്ടി 1/2. അപ്പോൾ അത് നമുക്കിതാ ഇവിടേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് 0 1/2 കിട്ടി അല്ലേ? പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് 0 1 എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കി, ലെഫ്റ്റ് സൈഡിൽ എഫ് ഓഫ് എക്സ്, റൈറ്റ് സൈഡിൽ നിന്ന് 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സും കൂടെ അവിടേക്ക് കൊണ്ടുപോയാൽ എഫ് ഓഫ് എക്സ് മൈനസ് 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതായത് 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് കിട്ടും. ശരിയല്ലേ? ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ്. ക്ലിയർ ആണല്ലോ? അഥവാ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. ഈ എഫ് ഡാഷ് എക്സിനെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതിയാലും തെറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സിനെ വൈ എന്നും എഴുതാം. അപ്പോൾ ശരിക്കും നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനല്ലേ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ ആണെന്ന് കാണാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ അഥവാ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാനിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ? ഡി വൈ ഡിവൈഡഡ് ബൈ വൈ അല്ലേ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡി എക്സ് എന്നല്ലേ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ്റഗ്രൽ ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/2 dx. 1/yയുടെ ഇൻ്റഗ്രൽ ലോഗ് y ആണ്.
അല്ലേ 1/2 ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു എക്സ് പ്ലസ് സി. പക്ഷേ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇനിഷ്യൽ കണ്ടീഷൻ അവിടെ കാണാൻ പറ്റും. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. എഫ് ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുത്താൽ y 1 ആകും എന്നാണല്ലോ മീനിങ്. അപ്പോൾ എക്സിന് 0 വൈക്ക് 1 കൊടുത്ത് നോക്കാം. എക്സിന് 0 വൈക്ക് 1 കൊടുത്താൽ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇതിനകത്തേക്കാണ് കൊടുക്കേണ്ടത്. എക്സിന് 0 വൈക്ക് 1 കൊടുത്താൽ ലോഗ് 1, എക്സിന് 0 കൊടുത്താൽ 1/2 ഇൻറ്റു 0 പ്ലസ് സി എന്ന് കിട്ടും. പക്ഷെ ലോഗ് 1 0 ആണല്ലോ, അതായത് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് സി. അവിടെ നിന്ന് സിയുടെ വാല്യൂ 0 ആണെന്ന് കാണാൻ പറ്റും. സിയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ത് കിട്ടും? ദെയർഫോർ ലോഗ് y ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ്. പക്ഷെ y എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാമല്ലോ. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 100 ലോഗ് എഫ് ഓഫ് എൻ. ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 100 ലോഗ് എഫ് ഓഫ് എക്സ്. ലോഗ് എഫ് ഓഫ് എക്സ് ഇതാ നമുക്ക് 1/2 എക്സ് എന്നുണ്ട്. അപ്പോൾ ലോഗ് എഫ് ഓഫ് എൻ ആണെങ്കിൽ 1/2 എൻ എന്നല്ലേ കിട്ടുന്നത്. അഥവാ 1/2 ഇൻറ്റു സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 100 എൻ എന്ന് കിട്ടും. അതായത് 1/2 ഇൻറ്റു സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 100 എൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്നിന് 1 2 3 എക്സെട്ര കൊടുത്ത് ആഡ് ചെയ്യണം. അതായത് 1 + 2 + 3 + എക്സെട്ര പ്ലസ് 100 അല്ലേ. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം എന്താ? 100 ഇൻറ്റു 100 + 1 ഡിവൈഡഡ് ബൈ 2 ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2525 എന്ന ആൻസർ കിട്ടും. 2525 എന്ന ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 2ലാണ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ.